റമദാൻ പലർക്കും അതൊരു നോമ്പിൻ്റെ മാസം. പക്ഷേ സൂഫികൾക്ക് അതൊരു ആത്മയാത്രയാണ്. സൂഫീസം പറയുന്നത് വിശപ്പിനെ മാത്രം നിയന്ത്രിക്കുന്നത് നോമ്പല്ല, ഹൃദയത്തെ ശുദ്ധീകരിക്കുകയാണ് യഥാർത്ഥ റമദാൻ. സൂഫികൾക്ക് റമദാൻ എന്നത് അഹങ്കാരം, അസൂയ, കോപം ഇവയെ ഹൃദയത്തിൽ നിന്ന് നീക്കാനുള്ള ആത്മശ്രമമാണ്. ഈ മാസത്തിൽ അവർ ലോകത്തിൻ്റെ കോലാഹലങ്ങളിൽ നിന്ന് മാറി അകത്തേക്ക് തിരിയുന്നു, ദൈവിക പ്രകാശം ആത്മാവിൽ സ്വീകരിക്കാൻ. ഇന്ത്യയിലെ പ്രശസ്ത ദർഗകൾ, ഉദാഹരണത്തിന് അജ്മീർ ഷരീഫ് ദർഗ, റമദാനിൽ മതഭേദമില്ലാതെ എല്ലാവർക്കും തുറന്നിരിക്കുന്ന സ്നേഹത്തിൻ്റെ വാതിലുകളാണ്. അവിടെ ഇഫ്താർ ഒരു ഭക്ഷണ സമയം മാത്രമല്ല, അതൊരു ഐക്യത്തിൻ്റെ അനുഭവമാണ്. വിശപ്പിനും മനുഷ്യർക്കുമിടയിൽ സ്നേഹത്തിൻ്റെ ഒരു പാലം. സൂഫീസം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തെ കണ്ടെത്താൻ ദൂരെയൊന്നും പോകേണ്ടതില്ല. ഹൃദയം ശുദ്ധമായാൽ അവൻ അവിടെ തന്നെയുണ്ട്. ഖവ്വാലിയും സൂഫി കവിതകളും റമദാനിലൊരു പ്രാർത്ഥനയായി വരുന്നു. വാക്കുകളാലല്ല, ഹൃദയത്തിൻ്റെ താളത്തിലൂടെ. റമദാനിൻ്റെ അവസാനം വരുന്ന ഈദ് സൂഫികൾക്ക് അതൊരാഘോഷം മാത്രമല്ല, അത് പ്രിയതമനുമായി, ദൈവവുമായി ആത്മീയ സംഗമമാണ്. റമദാൻ നമ്മോട് ചോദിക്കുന്നു, നീ വിശപ്പിനെ ജയിച്ചോ, അല്ലെങ്കിൽ നിന്റെ അഹങ്കാരത്തെ? സൂഫീസം നമ്മെ പഠിപ്പിക്കുന്നത് ബാഹ്യ ആചാരങ്ങളിൽ മാത്രമല്ല, ആന്തരിക സമർപ്പണത്തിലാണ് ദൈവത്തെ കണ്ടെത്തേണ്ടത്. റമദാൻ വിശപ്പിൻ്റെ പരീക്ഷയല്ല, അത് ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന ഒരു യാത്രയാണ്.